ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനമാണ്. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്, കൺസ്യൂമർ ഇസ് എ കിങ്, രാജാവാണ്. മറ്റ് മുതലാളി ശരിക്കും പ്രജയാണ്. പക്ഷേ നമ്മുടെ റൈറ്റിനെ കുറിച്ച് ബോധവാനാകണമെന്ന് മാത്രമല്ല, ബോധവതിയാകണം. ഉപഭോക്താവിൻ്റെ അവകാശത്തെപ്പറ്റി ബോധവൽക്കരണം സൃഷ്ടിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെയും പിന്തുണയോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വഞ്ചിക്കപ്പെടാതിരിക്കാൻ അവരെ ബോധവൽക്കരിക്കുന്നതിനുമാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിക്കുന്നത്. ന്യായമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള സേവനവും ഉൽപ്പന്നങ്ങളും ലഭിക്കേണ്ടത് ഏതൊരു ഉപഭോക്താവിന്റെയും അവകാശമാണെന്ന തിരിച്ചറിവാണ് ഈ ദിനാചരണത്തിലേക്ക് നയിച്ചത്. 1962 മാർച്ച് 15 ഉപഭോക്താവിന്റെ അവകാശങ്ങളെപ്പറ്റി അമേരിക്കൻ കോൺഗ്രസിൽ ജോൺ എഫ് കെന്നഡി നടത്തിയ പ്രസംഗമാണ് ദിനാചരണത്തിന് അടിത്തറയിട്ടത്. 1983 മുതൽ കൺസ്യൂമേഴ്സ് ഇന്റർനാഷണൽ മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമായി പ്രഖ്യാപിച്ചു. രാജ്യത്ത് ഉപഭോക്തൃ പരാതികൾ പരിഹരിക്കുന്നതിന് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിലുണ്ട്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നീതി ലഭ്യമാക്കാൻ ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങളും നിലവിലുണ്ട്. സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള നീതിയുക്തമായ മാറ്റം എന്നതാണ് ഈ വർഷത്തെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം. റിസർച്ച് ഡെസ്ക് 24.